ുന്നുണ്ടോ നിങ്ങൾ എന്താ വിചാരിച്ചേ? ചേട്ടൻ ഇനി എന്നും എന്റെ കൂടെ പൂമാല കെട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നോ? വായി തോന്നിയതെല്ലാം പറയാന്നാ? അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമല്ല അത്. കാറിന്റെ ബ്രേക്ക് പോയതാന്ന് എല്ലാവർക്കും അറിയാലോ. എന്നിട്ട് അതിന്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തിനെ കളിയാക്കുക. അദ്ദേഹം ഇനി വീട്ടിലിരിക്കും, ലൈസൻസ് ക്യാൻസൽ ചെയ്യും, വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടും, ജയിലിൽ പോവും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെ വേദനിപ്പിക്കുകയാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ സച്ചേട്ടൻ എന്റെ അടിമയായിട്ട് മാലയൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഈ രേവതിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇന്ന് സച്ചേട്ടന്റെ കാറ് ഞാൻ പുറത്തെടുത്തിരിക്കുക, സച്ചേട്ടന്റെ ലൈസൻസും ക്യാൻസൽ ചെയ്യില്ല. നിങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ നീ വീട് വിട്ട് പുറത്തു പോകരുത്. കാരണം ഞങ്ങൾ കാറും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാവണം, അതാണ് എൻ്റെ ആഗ്രഹം. കൂട്ടുകാരെ, രേവതി ചന്ദ്രമതിയോട് നല്ല അടിപൊളി ഡയലോഗ് പറയുന്ന എപ്പിസോഡാണെന്ന്. അപ്പൊ ഇന്നത്തെ ചെമ്പനപ്പൂവിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ സച്ചിയുടെ വണ്ടി അപായപ്പെടുത്തിയതാണ് ആന്റണി. അതിന്റെ ബ്രേക്ക് കളഞ്ഞിട്ട് സച്ചിക്ക് വണ്ടി പിടിച്ചാൽ കിട്ടാതെ സച്ചിയുടെ വണ്ടി ഒരു ബൈക്കിൽ പോയി തട്ടി. പക്ഷെ ആ ബൈക്ക് സച്ചിയുടെ ശത്രുവായ അരുൺ എന്ന് പറഞ്ഞ SIയുടെ ആയിരുന്നു. അരുൺ മനഃപൂർവ്വം ആ ബൈക്ക് ഇടിച്ചിട്ട് സച്ചി കൊല്ലാൻ നോക്കിയതാണെന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ടാക്കിയിട്ട് സച്ചിനെ പിടിച്ചിട്ട് സച്ചിനെ അവിടെ നിർത്തിയിട്ട് അവർ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകണം. അപ്പൊ വണ്ടി എടുക്കുമ്പോഴും സച്ചി പറഞ്ഞിട്ട്, സാറേ വണ്ടി എടുക്കരുത്, അതിന് ബ്രേക്ക് ഇല്ലാന്ന്. പക്ഷെ അത് പറഞ്ഞു കേൾക്കാതെ വണ്ടി എടുത്തിട്ട് പോയിട്ട് ആ വണ്ടി ഇടിച്ചിട്ട് അത് ഓടിച്ച പോലീസ് കോൺസ്റ്റബിളിനും പരിക്ക് പറ്റിയാണ്. എന്നിട്ട് അദ്ദേഹം സ്റ്റേഷനിൽ വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ സത്യമാണ് അവൻ പറഞ്ഞത്, വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അരുൺ സച്ചിയോട് പകരം വീട്ടാൻ കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി ഇത് ആരോടും പറയരുത്, തൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ, അവനൊരു ക്രിമിനൽ, അവനിട്ടൊരു പണി കൊടുക്കാൻ കിട്ടിയ ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രൈവറോട് സത്യം പറയരുത് പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുകയാണ്. സച്ചി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് താണുകയാണ് അപേക്ഷിച്ചിട്ടും സച്ചിയുടെ ലൈസൻസും അതുപോലെ സച്ചിയുടെ മൊബൈൽ ഫോണും സച്ചിയുടെ കാറും തിരികെ കൊടുക്കാൻ അരുൺ തയ്യാറാവണില്ല. അരുൺ പറയുന്നുണ്ട്, ഞാൻ ഡയറക്റ്റ് SIക്ക് ഇത് പരാതി കൊടുക്കുകയാണ്, ഞാൻ നിന്നെ എന്തായാലും ജയിലിലിടും, 100% ഉറപ്പാണ്, നിന്റെ കാറും പിടിച്ചെടുക്കും, നിന്റെ ലൈസൻസും ക്യാൻസൽ ചെയ്യും, ഇനി മോൻ വണ്ടി ഓടിച്ചിട്ട് ജീവിക്കാന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ വെല്ലുവിളിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. അങ്ങനെ സച്ചി വിവരങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയും. വീട്ടിൽ ഭയങ്കര വിഷമത്തിലാണ് എല്ലാവരും ഇത് കേൾക്കുമ്പോൾ. പക്ഷേ ചന്ദ്രയ്ക്ക് മാത്രം ഒരു കുലുക്കില്ല. സച്ചി അത് വന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണ, സുഖമായി, ഇവൻ നുണ പറയാ, ഇവൻ കള്ള് കുടിച്ച് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും, വണ്ടി ഓടിച്ചിട്ട് ആരെങ്കിലും പോയി ഇടിക്കാൻ നോക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടാവും പോലീസ് ഇവനെ പിടിച്ചിട്ട് ഇവന്റെ ലൈസൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറയും, ഇവൻ ഇവിടെ വന്ന് നുണ പറയാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നത്, ചന്ദ്രേ എനിക്കറിയാം സച്ചി ഒരിക്കലും നുണ പറയല്ല, നീ ഒരു അമ്മയല്ലേ, ഒരു മകൻ ഇങ്ങനെ വിഷമിച്ച് വന്നിരിക്കുമ്പോൾ നീ ഇങ്ങനെ ചിന്തിക്കാനൊക്കെ പാടുണ്ടോ, ഇങ്ങനെയാണോ നീ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ രവിയേട്ടൻ ഞാൻ നിനക്ക് ഒന്നും ഉപദ്രവിച്ചില്ലെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരുന്നൂടെ എന്ന് ചോദിച്ചിട്ട് രവീന്ദ്രൻ ചീത്ത പറയാണ്. അപ്പോൾ ചന്ദ്ര വേഗം, നീ ഇവിടുന്ന് പോയി എന്ന് പറയുമ്പോൾ ചന്ദ്ര കോണി കയറി പോണ സമയത്ത് രവീന്ദ്രൻ ചോദിക്കണം, മോനെ സച്ചി, നീ തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം നീ പേടിക്കണ്ട, നിന്റെ വണ്ടി എടുക്കുക, അച്ഛൻ എന്തായാലും സ്റ്റേഷനിലേക്ക് വരാൻ പറയുമ്പോൾ രേവതി പറയും, അച്ഛനൊന്നും വരണ്ട, SI സാറിനെ എനിക്കറിയാലോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പൂ കൊടുക്കണതല്ലേ, ഞാൻ കണ്ട് സംസാരിച്ചോളാം, അച്ഛൻ വരണ്ട, ഞാൻ സംസാരിച്ചിട്ട് സച്ചിയുടെ വണ്ടി ഇറക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം എന്ന് രേവതി പറയാണ്. അപ്പോൾ അച്ഛ അതല്ല, എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞേക്കണമെന്ന് പറയുമ്പോൾ ചന്ദ്രമതി മുകളിൽ നിന്നിട്ട് ചിരിച്ചിട്ട്, അപ്പം ലൈസൻസും ക്യാൻസൽ ചെയ്യും, അപ്പൊ സുഖമായി, അപ്പൊ ഇനി വണ്ടിയെ ഓടിക്കേണ്ട ആവശ്യമേനില്ല, ഇനി എന്നും ഇവളുടെ കൂടെ പൂമാലയൊക്കെ ഇതാക്കിയിട്ട് ഇവനിരിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ വിളിക്കുമ്പോൾ, ഇല്ല ഞാൻ പോവാ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് രേവതി പൂമാല കെട്ടുമ്പോൾ സച്ചി അവിടെ ഇരുന്ന് പൂ എടുത്തു കൊടുക്കുന്നുണ്ട്. സച്ചി പൂ എടുത്തു കൊടുക്കുമ്പോൾ സച്ചിയേട്ടാ ഇതെടുക്ക പറയേണ്ട രേവതി. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ചന്ദ്രമതി വരുന്നത്. എനിക്ക് സന്തോഷമായി, എന്ത് നല്ല കാഴ്ച, ഇനിയിപ്പോൾ പൂമാല കെട്ടാൻ മാത്രമല്ല, അടിച്ചു വാരാനും തുടയ്ക്കാനും തുണികൾ കഴുകാനും പാചകം ചെയ്യാനും ഒക്കെ സഹായിക്കാലോ. നീ തന്നെയല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ നിന്റെ അടിമയായിട്ട് ഇവനെ നിർത്തണം, അതുപോലെ നിന്റെ ആഗ്രഹം പോലെ തന്നെ വന്നില്ലേ, ഇനി നിനക്ക് പോണോടത്തേക്ക് മുഴുവൻ പൂ വിൽക്കവനെ കൊണ്ടുപോകാൻ, പൂമാല കെട്ടാൻ കൂട്ടാൻ, പൂ മേടിക്കാൻ മുമ്പ് കൊണ്ടുപോകാൻ, വീട്ടിലത്തെ പണികൾ കൊണ്ടുപോകാൻ, അപ്പോൾ സുഖമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, എന്താ ചന്ദ്രൻ നീ പറയണ, ഇങ്ങനെയൊക്കെയാണോ നീ സംസാരിക്കേണ്ടത്, പിന്നല്ലാണ്ട് ഇനിയിപ്പോൾ ഇവനെന്തായാലും വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയണ, അച്ഛാ അമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ അച്ഛാ, അമ്മയ്ക്ക് അത് പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അമ്മ അത് പറയട്ടെ എന്ന് പറയാണ്. ഞാൻ പറയുന്നതിലാണോ കുറ്റം, നീ ചെയ്താലല്ലേ കുറ്റം എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്ന് എനിക്കറിയാം അമ്മയെ പറയാണ് സച്ചി. അപ്പോൾ പറയണം, കാണാം, ഇനിയിപ്പോൾ എന്തായാലും വെള്ളം അടിമയായിട്ട് ഇവിടെ നിന്നോ എന്ന് പറയുമ്പോൾ രേവതി നീട്ടിട്ട് പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്താ വിചാരിച്ച, വായി തോന്നിയത് മുഴുവൻ പറയാന്നാണോ, സച്ചേട്ടനെ ഞാൻ എൻ്റെ അടിമയായിട്ട് ഇവിടെ നിർത്തിയേക്കാണോ, ഒരു പൂ എടുത്തു തന്നത് ഒരു ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്നത്, ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നത് അടിമത്തല്ല, അത് പരസ്പര സഹകരണത്തിന്റെ ലക്ഷണങ്ങളാണ്.
പിന്നെ സച്ചേട്ടൻ്റെ വണ്ടി ബ്രേക്ക് ഇല്ലാണ്ട് ഇടിച്ചതാന്ന് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വ്യാമോഹം മാത്രം, അത് ക്യാൻസൽ ചെയ്യില്ല. അപ്പം നിങ്ങൾക്കൊരു വിചാരമുണ്ട് സച്ചേട്ടൻ ലൈസൻസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് വണ്ടിയൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നു, അങ്ങനെ വിചാരിക്കേണ്ട അമ്മേ, അത് നടക്കില്ല. ഈ രേവതി ജീവനോട് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ്റെ വണ്ടി പുറത്തിറക്കും, സച്ചേട്ടൻ്റെ ലൈസൻസും തിരിച്ചു കിട്ടും. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. കാരണം ഞാനും സച്ചേട്ടനും കൂടി വണ്ടി എടുത്തിട്ട് വരുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ് പറഞ്ഞിട്ട് രേവതി ചന്ദ്രമതിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാം, അഹങ്കാരത്തിനൊരു കുറവില്ല എന്നൊക്കെ പറയുമ്പോൾ കാണാനല്ല, അത് കാണിക്കാം അമ്മേ. പിന്നെ സച്ചേട്ടാ, ഞാൻ സച്ചേട്ടനോട് എനിക്ക് പൂ എടുത്ത് തരണം എന്ന്, എന്നെ മാല കെട്ടാൻ സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞോ? ഇപ്പൊ കേട്ടില്ലേ സച്ചേട്ടനെ കേൾക്കേണ്ടി വരണത്? സച്ചേട്ടൻ കേട്ടതല്ലേ അമ്മ എന്തൊക്കെയാ പറഞ്ഞതെന്ന്? സച്ചേട്ടൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി സച്ചിയുടെ കയ്യിലത്തെ പൂവൊക്കെ അവിടെ വെച്ചിട്ട് സച്ചിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രവീന്ദ്രനോട് പറയണ, ചന്ദ്രമതി ഒക്കെ കേട്ടിട്ട് നിങ്ങളിവിടെ മിണ്ടാതെ നിൽക്കാല്ലേ, അവളെ എന്തൊക്കെ പറഞ്ഞു എന്നെ, ഇപ്പോൾ അവളുടെ അഹങ്കാരം കൊണ്ടല്ലേ അവൾ അതൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കേട്ടിട്ട് രവിയേട്ടനെ ഒന്നും പറയാനുണ്ടായില്ലേ? അപ്പോൾ രവീന്ദ്രൻ പറയണ, നീ ചോദിച്ചു മേടിച്ചതല്ല, ഇത് ഇത്തിരി കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നത്, കുറച്ചും കൂടി കൂടുതൽ പറയേണ്ടതായിരുന്നു രേവതി, നീ ആയിട്ടായിരുന്നു മേടിച്ചല്ലേ, നീ അനുഭവിച്ചോ എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ദേവുവിന് അരുണിൻ്റെ ഫോൺ വരികയാണ്. അപ്പോൾ ദേവു ഫോൺ എടുത്ത്, ഹലോ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണോ എന്ന് പറയാം. ഒരു സന്തോഷമുണ്ട് മോളെ ഇന്ന്. അതെ, ഒരു ഗുണ്ടയെ പോലെ ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞില്ല, അവനെ ഞാൻ ഇന്ന് പൂട്ടി. അവൻ്റെ വണ്ടി ബ്രേക്ക് പോയിട്ട് എന്നെ ഇടിക്കാൻ വന്ന് ഞാൻ അവൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്തു. അവനെ ഞാൻ ജയിലിൽ കയറ്റും. അതിൻ്റെ സന്തോഷത്തിലാണ്, ഞാൻ അവനെ തറ പറ്റിച്ചതിൻ്റെ സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ പാവം എന്ന് പറയാം. പാവോ? എന്ത് പാവം? അവൻ്റെ ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും, നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ലക്ഷ്മി അവിടുന്ന് ദേവു വിളിക്കണം. അപ്പോൾ അയ്യോ അമ്മ വിളിക്കണ്ടേ, ഞാൻ പിന്നെ വിളിക്കാട്ടോ, നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു അങ്ങനെ ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ശരി എന്ന് പറയാണ് അരുൺ. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി വണ്ടി കൊണ്ട് അവിടെ നിർത്തിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ എന്താ മാഡം ചോദിക്കുകയാണ് ഒരു പോലീസുകാരൻ. എന്നിട്ട് പറയാം, എനിക്ക് SI സാറിനെ ഒന്ന് കാണാൻ പറയുമ്പോൾ, അയ്യോ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ, പുറത്ത് പോയേക്കാ, വരാൻ ലേറ്റ് ആവും എന്ന് പറയണം. എന്തെങ്കിലും പരാതിയാണെങ്കിൽ ഇവിടെ തന്നിട്ട് പൊക്കോളൂ പറയുമ്പോൾ, അല്ല എനിക്ക് അദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ട് ഒരു കാര്യം പറയാനാന്ന് പറയുമ്പോൾ പറയും, ശരി എന്നാൽ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ ഇരിക്കുമ്പോൾ ഈ കാറിൻ്റെ ബ്രേക്ക് പോയിട്ട് കാർ ഓടിച്ചിട്ടുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ കൈ കെട്ടിയിട്ട് വരികയാണ്. എന്താ സാറേ കൈ എന്തായി? 10-15 ദിവസം വേണ്ടി വരുമോ? ലീവ് സാങ്ഷൻ ആയി വെക്കുമ്പോൾ, ലീവ് സാങ്ഷനായി, ഞാൻ ഈ വെഹിക്കിൾ ഡയറി തരാൻ വേണ്ടി വന്നതാന്ന് പറയണം. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ രേവതി ഇങ്ങനെ അവിടെ ഇരിക്കണം. ഇപ്പോൾ പെട്ടെന്ന് പറയാണ്, സത്യം ഇടുവോ ഡ്രൈവർ പറഞ്ഞത്, ആ കാറിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ രേവതി പെട്ടെന്ന് അത് ശ്രദ്ധിക്കാൻ ഇവിടെ സംസാരം, കാറിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, ബ്രേക്ക് പോയത് തന്നെയായിരുന്നു, അവൻ ആ വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞതാ, അവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അരുൺ സാർ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടായിരിക്കണത്, രമേശ് നിന്നോട് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണത് എന്നൊക്കെ പറയണം. അപ്പൊ ഇത് മുഴുവൻ രേവതി ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ പാവത്തിന്റെ ലൈസൻസും കൂടി ക്യാൻസൽ ചെയ്യുന്ന പറയണേ, പാവം എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കണം. എന്നാൽ ശരി ഞാൻ പോട്ടെ പറഞ്ഞിട്ട് ആള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രേവതി പിന്നാലെ കണ്ടിട്ട് ചോദിക്കണം, സാർ അപ്പം ശരിക്കും കാറിന്റെ ബ്രേക്ക് പോയത് തന്നെയാണല്ലേ? നിങ്ങൾ എന്തായി പറയണേ ചോദിക്കുമ്പോൾ, ശരിക്കും കാറിന്റെ ബ്രേക്ക് പോയത് തന്നെയാണല്ലേ, മനഃപൂർവ്വം നുണ പറയാനല്ലേ ഇൻസ്പെക്ടർ എന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തറിഞ്ഞിട്ടായി പറയണേ, നിങ്ങൾ ആരാ എവിടുന്നാ വരണേന്നൊക്കെ ചോദിച്ചിട്ട് പോലീസ് കോൺസ്റ്റബിൾ ആകെ പകയ്ക്കുകയാണ്. ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു സാർ, നിങ്ങൾ പറഞ്ഞ കാറിന്റെ ഓണറുടെ ഭാര്യയാണ് ഞാൻ, സച്ചി പറഞ്ഞ ആളുടെ ഭാര്യയാണ് ഞാൻ. എൻ്റെ സച്ചിയായിട്ട് ഒരിക്കലും ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല സാർ, അത് മനഃപൂർവ്വമല്ല സാർ, ഈ സത്യം തുറന്ന് പറയണ SI സാറിനോട്. എന്നാൽ SI സാറ് എൻ്റെ സച്ചിയുടെ ഫോണും ലൈസൻസും ഒക്കെ തിരിച്ചു തരുമെന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളോട് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, നിങ്ങൾ പോവാൻ നോക്കുമെന്ന് പറയണം. അപ്പോൾ രേവതി പറയാണ്, രേവതി എത്ര താണുകയെന്ന് പറഞ്ഞിട്ടും ആ പോലീസ് കോൺസ്റ്റബിൾ അത് സമ്മതിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന വനിതാ കോൺസ്റ്റബിൾ പറയാണ്, നിങ്ങൾ കുറേ നേരമായില്ല ഇവിടെ നിന്ന് സംസാരിക്കണോ, ഞങ്ങോട്ട് മാറി നിന്നേ, പുറത്തേക്ക് ഇറങ്ങിയെന്നേ പറഞ്ഞിട്ട് രേവതീനെ അങ്ങനെ പിടിച്ച് പുറത്തേക്കാക്കണം. രേവതീനെ അങ്ങനെ പിടിച്ച് പുറത്തേക്കാക്കുന്ന സമയത്ത് സച്ചി വരികയാണ്. സച്ചി കൊണ്ട് ചോദിക്കണം, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ചോദിക്കുമ്പോൾ, ഞാൻ SI സാറിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നാൽ സച്ചിയേട്ടാ പറയാണ്. അപ്പോൾ നിന്നോട് ആരോ രേവതി വരാൻ പറഞ്ഞാൽ ഞാൻ സംസാരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതല്ല സച്ചേട്ടൻ പറഞ്ഞ സത്യമാണ്, കാറിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു പറഞ്ഞിട്ട് അകത്തുണ്ടായ സംസാരം മുഴുവൻ രേവതി സച്ചിയോട് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പറയണം, അത് ശരി, അപ്പോൾ എല്ലാവരും കൂടി കരുതി കൂട്ടിയുള്ള പ്ലാനിങ് ആണല്ലേ എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയണം, അതേ സച്ചേട്ട, എല്ലാവരും കൂടി കരുതിക്കുട്ടി സച്ചേട്ടനെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് തന്നെയാണ്, അത് അരുണിൻ്റെ പ്ലാനിങ് ആണെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് SI സാറിൻ്റെ ജീപ്പ് പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് വന്ന് നിൽക്കുകയാണ്. SI സാർ അങ്ങനെ അകത്തേക്ക് കയറി പോകുമ്പോൾ അതിൻ്റെ വണ്ടിയിൽ നിന്ന് അരുൺ ഇറങ്ങിയിട്ട് സച്ചിനെ രേവതിനെയും കണ്ടിട്ട് അങ്ങനെ വിജയിച്ച ഒരു ഭാവത്തിൽ അങ്ങനെ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ സച്ചി രേവതിയും കൂടി അകത്തേക്ക് പോവാണ്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ കൈകൊണ്ട് വയ്യാത്ത കോൺസ്റ്റബിൾ അവിടെ ഉണ്ട്. എന്തായാലും ലീവ് സാങ്ഷൻ ആയില്ലേ, എന്തെങ്കിലും പറ്റിയോടെ വയ്ക്കുമ്പോൾ ഭാഗ്യത്തിന് ഇത്രേ പറ്റിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണാണ് അത് വിശദീകരിക്കുന്നത്.
അപ്പം ശരി സാർ ഞാൻ ഒന്ന് പോട്ടെ ചോദിച്ചിട്ട് കോൺസ്റ്റബിൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ രേവതി ഓടി വന്നിട്ട് പറയും സാർ ഒന്ന് എസ് ഐ സാറിനോട് സത്യം പറഞ്ഞിട്ട് പോ സാർ പറയുമ്പോൾ സത്യം എന്തൊക്കെയാണ് ഈ കുട്ടി പറയണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും കയറ്റിവിട്ട് ചോദിക്കുക എസ് ഐ സാർ അപ്പോൾ സാർ സത്യം ഇദ്ദേഹത്തിന് അറിയാം സാർ ഇത് അരുൺ സാറ് പറഞ്ഞതല്ല സത്യം ഇദ്ദേഹത്തിന് അറിയാം സാർ എന്തിനാ സാർ നോണ പറയണ ഉണ്ടായ കാര്യം എന്താണെന്ന് സാർ ഒന്ന് പറയൂ സാർ എന്ന് പറയാൻ രേവതി പോലീസ് കോൺസ്റ്റബിളിനോട്. അപ്പോൾ അയാളാകെ ഇങ്ങനെ പെട്ടിട്ടിരിക്കുകയാണ്, എന്താ വേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ആകെ പെട്ടിട്ടിരിക്കുകയാണ്. അരുണും ഇങ്ങനെ ആകെ അന്തിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രേവതിയുടെ ഒരു സമയോചിതമായ ഇടപെടലാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സച്ചിക്ക് കാറ് കിട്ടുമോ ലൈസൻസ് കിട്ടുമോ എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നില്ല, നാളത്തെ എപ്പിസോഡിലാണ് പറയുന്നത്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് രേവതിയോട്, ഞാൻ കുറേ ഇവന് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞു രേവതി, ഇവനെ കുറേ കേസുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി അത് പറ്റില്ല, ഈ കേസിൽ എനിക്കത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരുൺ ഇങ്ങനെ ജയിച്ച ഭാഗത്തിൽ നിൽക്കണം. പക്ഷെ രേവതി എന്തായാലും സത്യം തെളിയിക്കും, നമുക്ക് എന്തായാലും അറിയാം, ജയം എന്തായാലും സച്ചിയുടെ ഭാഗത്താവും നമുക്ക് ഉറപ്പാണ്. അപ്പം നാളത്തെ എപ്പിസോഡിലായിരിക്കും. അപ്പം എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്